IFFK എന്താ പറയുക 27ാമത് IFFK ഇതാണ്. എന്തായാലും കഴിഞ്ഞ ഒരു 24-25 വർഷമായിട്ട് തുടരെ IFFKയുടെ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എന്താണ് സന്തോഷമാണ്. ഒരു 6-7 ദിവസം ഇനി ഇത് കഴിയുമ്പോഴായിരിക്കും ഭയങ്കരമായിട്ട് വിഷമമാവുന്നത്. കാരണം ഇതിൻ്റെ ഒരു വൈബ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കേരളത്തിൽ എപ്പോഴും ട്രിവാൻഡ്രത്താണ് IFFK നടക്കാറ്. ട്രിവാൻഡ്രത്ത് തന്നെ ഒട്ടുമിക്ക ഒരു 14-15ഓളം തിയേറ്ററുകളാണ് മൊത്തത്തിൽ IFFK എടുത്തിട്ട് സ്ക്രീനിങ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 6-7 ദിവസത്തേക്ക് സാധാരണ ഇപ്പോൾ IFFK ബന്ധപ്പെട്ടിട്ടില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് തിയേറ്ററിലെ മറ്റ് സിനിമകളൊന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു അവർക്ക് ഖേദകരമായിട്ടുള്ളൊരു ഇതാണെങ്കിലും നമുക്ക് സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം തിയേറ്ററിൽ പോയാലും ഫെസ്റ്റിവൽ സിനിമകൾ മാത്രമാണ്. 2-3 സിനിമകളെ കാണാൻ സാധിച്ചുള്ളൂ. അതിലിപ്പം കോമ്പറ്റീഷൻ വിഭാഗത്തിൽ വന്നിട്ടുള്ള അവർ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള മണിപ്പുരി മൂവിയാണ് ഇപ്പോൾ കണ്ടിറങ്ങിയത്. അസാധ്യമായിട്ടുള്ള മൂവീസാണ്. കാരണം കോമ്പറ്റീഷനും വേൾഡ് സിനിമകളിലും ഇന്ത്യൻ സിനിമകളിലും ഒക്കെ വരുന്നത് എല്ലാം നല്ല നല്ല മൂവീസാണ്. ഇത് എനിക്കൊരു ഇപ്പോൾ ഒന്ന് കണ്ടിറങ്ങിയതിൽ പിന്നെ ഒരുപാട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം IFFKയിൽ വരുന്ന ഗോവയിൽ നടക്കുന്ന ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവീസ് നമുക്ക് ചാർട്ട് കിട്ടാറുണ്ട്. നല്ല ബെസ്റ്റ് കണ്ടിരിക്കേണ്ട മൂവീസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ചാർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6-7 ദിവസം കൊണ്ട് കുറച്ചധികം സിനിമകൾ കാണാം. പലപ്പോഴും IFFK വേദി ഒരു സൗഹൃദത്തിൻ്റെ കൂടെ വേദിയാകാറുണ്ട്. നമ്മൾ എല്ലാ തവണ ഇവിടെ എത്തുമ്പോൾ കാണുന്നൊരു മുഖമാണ് കൊച്ചുപ്രേമൻ ചേട്ടൻ വിട വാങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മിസ് ചെയ്യുന്ന ഒരു മുഖം അദ്ദേഹത്തിൻ്റെയാണ്. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ കൊച്ചുപ്രേമൻ ചേട്ടൻ്റെ കാര്യം രാവിലെ ഞാൻ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം എപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ആളിങ്ങനെ ഉണ്ടാവും, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം. അത് ശരിക്കും ഈ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുക, ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന മാതിരി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഈ പ്രാവശ്യം IFFKയിൽ എത്ര പേരെ കാണുന്നു, അത് അടുത്ത വർഷം എത്ര പേരെ കാണുന്നില്ല എന്നൊക്കെ ഉള്ളത് എല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ. സിനിമയ്ക്ക് എപ്പോഴും ഏതൊരു വേദിയിൽ നമ്മൾ സിനിമ കണ്ടാലും അതൊരു ഗുണകരം തന്നെയാണ്. അതിപ്പോൾ തിയേറ്ററിൽ കാണുക എന്നുള്ളത് മാത്രമായിട്ട് നമുക്ക് ശഠിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഓരോ അവസ്ഥകൾ ഓരോ വർഷം മാറും തോറും ടെക്നിക്കലി നമുക്ക് ഒരുപാട് ഡിഫറൻസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അതെന്തായാലും. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എപ്പോഴും നമുക്ക് നല്ല സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ, ഇപ്പോൾ ഒരു കാന്താര മാതിരി ഒരു സിനിമ നമ്മൾ വീട്ടിൽ OTTയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ കണ്ടതാണ് തിയേറ്ററിൽ കണ്ടിട്ട്. എനിക്ക് ആ തിയേറ്ററിൽ കണ്ട ആ ഒരു സൗണ്ട് എഫക്റ്റും ആ ഒരു ഫീലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത്തരം ചിത്രങ്ങൾ എപ്പോഴും സിനിമകളിൽ തിയേറ്ററിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കാണുക. പിന്നെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് അതിൻ്റെ ആരവത്തോടു കൂടി ഇരുന്ന് കാണുമ്പോൾ ഒരു 2.5 മണിക്കൂറല്ലേ ഉള്ളൂ. എന്താണ് കുറച്ച് പൈസയുടെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. കോടികൾ മുടക്കി സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു 400-500 രൂപ ഒരു സിനിമയ്ക്ക് കൊടുത്തിരുന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പം